ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ICDS ഡിഗ്രി ലെവലിലെ സോഷ്യൽ വർക്ക് പോർഷനിൽ വരുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റിവിഷനിൽ ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം, നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ ആൻഡ് എക്കോണമിക് ഇമോഷണൽ വെൽബീയിങ്. അതായത് സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷനാണ്. അത് അവർ ഇൻഡിവിജ്വൽസിന്, അതായത് ഓരോ വ്യക്തികൾക്കും കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കോ ഒക്കെ അവരുടെ സാമൂഹികമായതും ഇമോഷണലായിട്ടുള്ള അവരുടെ സുസ്ഥിരത നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന പ്രൊഫഷനാണിത്. അത് എക്കോണമിക്കൽ വെൽബീയിങ്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അവർക്ക് മാനസികമായിട്ടും ഒക്കെ നല്ല രീതിയിൽ ഇരിക്കണം, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം നമുക്ക് മെത്തേഡ്സ് ഇൻ സോഷ്യൽ വർക്കും അതിൻ്റെ കോൺസെപ്റ്റ്സും നോക്കാം. 6 മെയിൻ മെത്തേഡ് ഉണ്ട് സോഷ്യൽ വർക്കിൽ. സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ റിസർച്ച് ആൻഡ് സോഷ്യൽ ആക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ വർക്കിലെ മെത്തേഡ്സ്. അതിൽ സോഷ്യൽ വർക്ക് ഈസ് ആൻ ആർട്ട് ഓഫ് ലിവിങ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ്. അത് ഒരു ആർട്ട് ഓഫ് ജീവിത കലയാണ് അല്ലേ. അതിൽ എന്താണ്, മറ്റുള്ളവരെ സഹായിക്കുക, ഗ്രൂപ്പ്സിനായാലും ഓരോ വ്യക്തികളായാലും കമ്മ്യൂണിറ്റീസിനായാലും സഹായിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് ദെയർ കപ്പാസിറ്റി ഫോർ ബ്രിങ്ങിങ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ക്രിയേറ്റിംഗ് ആൻഡ് ഈവിൾ ഫ്രീ സൊസൈറ്റി. അവരുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റീനെ കൂട്ടാനും, അതുപോലെ തന്നെ ഒരു ഈവിൾ ഫ്രീ സൊസൈറ്റി ഉണ്ടാക്കാൻ, അതായത് ദുഷ്ടതകളൊന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനും അവരെ സഹായിക്കുക എന്നുള്ളതാണ് സോഷ്യൽ വർക്കിൻ്റെ പ്രധാന ലക്ഷ്യം. സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷണൽ ആക്ടിവിറ്റി വിച്ച് റിക്വയർസ് നോളേജ്, സ്കിൽസ്, വാല്യൂസ്, പൊട്ടൻഷ്യൽസ് ആൻഡ് ദെയർ എബിലിറ്റി ഈസ് ടു യൂസ് ദെയർ ഓൺ റിസോഴ്സസ് വിച്ച് ഇൻറ്റർപ്രറ്റ് ഇൻ ടു ആൻ ആക്ഷൻസ് ഇൻ വർക്കിംഗ് ഏരിയാസ്. അതായത് സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ് അല്ലേ. അതിലൊരുപാട് അറിവുകളും മൂല്യങ്ങളും പൊട്ടൻഷ്യലും ഒക്കെ കഴിവുകളൊക്കെ വേണം. എന്തിന്? അവർക്ക് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവുകൾ അവർക്ക് വേണം. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള അറിവും സ്കില്ലും വാല്യൂസും പൊട്ടൻഷ്യൽസും ഒക്കെ അവർക്ക് ആവശ്യമാണ്. അത് എങ്ങനെ? അത് സർവീസ് എന്നുള്ള രീതിയിലല്ല, അത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ. അതൊരിക്കലും ഒരു സേവനം, ഇപ്പോൾ ഒരാൾ ഭിക്ഷ ചോദിച്ചു നമ്മൾ കൊടുക്കണു, അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കുറേ റീലിലൊക്കെ കാണില്ലേ, ഒരാൾ ഭിക്ഷ യാചിക്കാനായിട്ടിരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ആ ഭിക്ഷ പാത്രം മാറ്റിയിട്ട് അവിടെ അവർക്ക് കുറച്ച് ലേസിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ ഷൂ പോളിഷ് ചെയ്യാനുള്ള അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവർക്ക് ഡെയിലി ഇങ്ങനെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരില്ല. ഓക്കെ, അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നതിലൂടെ അവരുടെ ആ ഒരു ദിവസത്തെ ഭക്ഷണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തിരി കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു സർവീസ് അല്ല, സേവനമല്ല. അവരത് മറ്റ് പ്രൊഫഷനെ പോലെ തന്നെ ഇവർ ചെയ്യുന്നത് എന്താണ്, അവർക്ക് അതാണ് അവരുടെ ജോലി. അതിൽ നിന്ന് അവർക്ക് റെമ്യൂണറേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സോഷ്യൽ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹെൽപ്പ് എനിവൺ ഇൻ എനിവേ. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണ് സോഷ്യൽ സർവീസ്. പക്ഷേ സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വേ ആണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ. അതിന് അവർക്ക് അതിൻ്റേതായ നോളജും സ്കില്ലും വാല്യൂസും എല്ലാം ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് സോഷ്യൽ വർക്കിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഡെഫിനിഷൻ തന്നിട്ട് ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്, ആരുടെ ഡെഫിനിഷനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്ക് 1957 സോഷ്യൽ വർക്കിനെ പറ്റി എന്താ പറഞ്ഞേക്ക് നോക്കാം. സോഷ്യൽ വർക്ക് ഈസ് എ വെൽഫെയർ ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഫിലോസഫി, സയൻറ്റിഫിക് നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഫോർ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഓർ കമ്മ്യൂണിറ്റീസ് ടു ലീവ് എ റിച്ച് ആൻഡ് ഫുൾ ലൈഫ്. അതായത് സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെൽഫെയർ ആക്ടിവിറ്റിയാണ്, ക്ഷേമ പ്രവർത്തനമാണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്? ഹ്യൂമാനിറ്റേറിയൻ ഫിലോസഫീനെ, അതായത് മാനുഷികമായിട്ടുള്ള തത്വത്തിൽ അടിസ്ഥാനപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്ഷേമ പ്രവർത്തനമാണ് സോഷ്യൽ വർക്ക്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് വേണം, ടെക്നിക്കൽ സ്കിൽസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ഒരാളെയോ ഒരു കൂട്ടം ആൾക്കാരെയോ ഒരു കമ്മ്യൂണിറ്റിനെയോ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ. എന്തിന് ഹെൽപ്പ് ചെയ്യാൻ?
ടു ലീവ് എ റിച്ച് ആൻഡ് ഫുൾ ലൈഫ്. ഒരു നല്ല ഒരു ജീവിതം ജീവിക്കാനായിട്ട് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്കിനെ പറ്റി പറഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ബോയം എന്താണ് സോഷ്യൽ വർക്കിനെ പറ്റി പറഞ്ഞേക്കണം നോക്കാം. സോഷ്യൽ വർക്ക് സീക്സ് ടു എൻഹാൻസ് ദ സോഷ്യൽ ഫങ്ഷനിങ് of the individual singly and in groups by activities focused upon their social relationship that constitute the interaction between man and his environment. These activities can be provisional of individual and social resources and prevention of social dysfunction. അപ്പോൾ ഇത് സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എൻഹാൻസ് ചെയ്യാണ്, ഇൻഡിവിജ്വൽസിൻ്റെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനത്തിന് മികച്ചതാക്കും. ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ ഇൻ ഗ്രൂപ്പ്സ് കൂട്ടായിട്ടോ എങ്ങനെ ആക്ടിവിറ്റീസ് അവരുടെ സാമൂഹികമായ റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ സാമൂഹികമായ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അവരുടെ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ അനുസരിച്ചിട്ടാണ് സോഷ്യൽ വർക്ക് പ്രവർത്തിക്കുന്നത്. ഈ ആക്ടിവിറ്റീസ് ക്യാൻ ബി ദ പ്രൊവിഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ റിസോഴ്സസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സോഷ്യൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, തടയാനൊക്കെ ആയിട്ട് ഇത് ഇൻഡിവിജ്വൽസിനെയോ ഗ്രൂപ്പ്സിനെയോ ഒക്കെ സഹായിക്കും. ഇതാണ് ബോയം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബോയം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ എന്താണെന്ന് നോക്കാം. സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻ ഫോക്കസ് ഓൺ ദീസ് ട്രാൻസാക്ഷൻ ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ചേഞ്ച്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളെ കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. ഇൻഫ്ലുവൻസ് ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ സോഷ്യൽ വർക്കേഴ്സ് കപ്പാസിറ്റി. സോഷ്യൽ വർക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ മാറ്റങ്ങൾ വരുന്നത്. ഈ കപ്പാസിറ്റി വർക്കേഴ്സിൻ്റെ നോളജ്, സ്കില്ല്, റെപ്യൂട്ടേഷൻ എമംഗ് അതർ ഫാക്ടേഴ്സ്. അതായത് ഒരാൾക്ക് നല്ലൊരു സോഷ്യൽ വർക്കറാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഇപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായില്ലേ, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല കേട്ട് നിന്ന് കാണുന്നവർക്കും കേൾക്കുന്നവരുടെയൊക്കെ കരളലിയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ അവർ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ, അത് കേട്ടിട്ട് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും അറിവും നോളേജൊക്കെ ഉള്ള ഒരാൾ ആണ് സോഷ്യൽ വർക്കറായിട്ട് അവരുടെ മുമ്പിൽ അവരെ കേൾക്കാനിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം ജീവിതത്തിൽ? ഈ സോഷ്യൽ വർക്കിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കല്ല, ഇന്നതെടുത്തോ, അങ്ങനെ അതല്ല. ഈ സേവനം കിട്ടേണ്ട ആളുടെ ഇഷ്ടമാണ്, എന്ത് വേണം നിങ്ങൾക്ക് ജീവിതത്തിൽ, എന്ത് വേണം എന്നുള്ളത് സോഷ്യൽ വർക്കർ ചോദിക്കും. ഏത് രീതിയിലാണോ അവരെ ബെറ്റർ ആക്കാൻ പറ്റുന്നത് അത് ഈ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റും കൂടി അനുസരിച്ചിട്ടാണ് സോഷ്യൽ വർക്കേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു കഴിവുള്ളൊരു അറിവും സ്കില്ലും ഒക്കെ ഉള്ളൊരു സോഷ്യൽ വർക്കറാണ് അതിലിടപെടുന്നതെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്കർ എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യണം നീഡ്സിനെ, അതായത് ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കണം, അവരുടെ പ്രശ്നങ്ങളും സോഷ്യൽ ഫങ്ഷനിങ്ങിന് അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കണമെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് അറിവുകൾ, അവരുടെ നോളേജ് അവിടെ അപ്ലൈ ചെയ്യണം. അവരുടെ പ്രൊഫഷണലായിട്ടുള്ള മൂല്യങ്ങളും അവരുടെ കഴിവുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളെല്ലാം കൂടിയിട്ട് അവർ അതിന് ഉപയോഗിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് പെർസ്പെക്റ്റീവ്, ഈ പെർസ്പെക്റ്റീവിനനുസരിച്ചിട്ട് സോഷ്യൽ വർക്ക് ഒരു ഫെയർലി ന്യൂ പ്രൊഫഷനാണ്. ഓക്കെ, സോഷ്യൽ വർക്ക് ആസ് എ യങ് പ്രൊഫഷണൽ പ്രൊഫഷനാണ് കേട്ടോ. പ്രൊഫഷൻ ഹാസ് എക്സ്പീരിയൻസ് ഗ്രോത്ത് റിലേറ്റഡ് ടു കൺസേൺസ് ആൻഡ് ഹാങ്ങിങ് times as well as related to the process of developing its knowledge, values and skill bases. സോഷ്യൽ വർക്ക് ഒരു യങ് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അതിനൊരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നോളജ്, മൂല്യങ്ങളും സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനും അതിനൊക്കെ ആയിട്ട് ആ രീതിയിലെല്ലാം തന്നെ നോക്കുമ്പോൾ സോഷ്യൽ വർക്ക് ഒരു യങ് പ്രൊഫഷനാണ്. അതിനൊരുപാട് വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. ദ ഫോക്കസ് ഈസ് ഓൺ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ടു കോപ്പ് വിത്ത് സോഷ്യൽ ഫങ്ഷനിങ്. അതായത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തികളെയും സാമൂഹികമായ നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇനി സോഷ്യൽ വർക്കിൻ്റെ മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ വർക്ക് ടു ബിക്കം യൂണീക്ക് എമംഗ് ഹെൽപ്പിംഗ് പ്രൊഫഷൻസ് ഡെവലപ്പ് ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ്സ് ഓഫ് പ്രാക്ടീസ്. അതായത് സോഷ്യൽ വർക്ക് ഒരു യുണീക്കാണ്, അതായത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രൊഫഷണൽസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരെന്താണ്
ഓരോ വ്യക്തികൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയ മെത്തേഡാണ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ വന്ന ഒരു ആളെ അവിടെ തന്നെ പല തരത്തിലുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ എല്ലാവരും ആശ്വസിപ്പിക്കേണ്ടി വരിക അല്ലേ. പുരുഷന്മാർ വേറെ രീതിയിലാവും, അതായത് സ്ത്രീകളാകുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലായി പൊട്ടിക്കരഞ്ഞു എന്ന് വരും, പുരുഷന്മാരാകുമ്പോൾ ഇത്തിരി കരയാതെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തികളെയും ഹാൻഡിൽ ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയ രീതിയിലാണ്. ഓക്കെ, വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ഓരോ ക്ലയൻറ്റിനെയും അവർക്ക് നേരിടേണ്ടി വരിക. These methods are social casework, social group work, community organization, social welfare administration and research. അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്കിൻ്റെ മെത്തേഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? സോഷ്യൽ കേസ് വർക്ക് ഉണ്ട്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനും റിസർച്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ വർക്ക് മെത്തേഡിൽ ഫസ്റ്റ് ആണ് സോഷ്യൽ കേസ് വർക്ക് വരുന്നത്. അത് ആ മെത്തേഡ് പയനിയർ ചെയ്തത് മേരി റിച്ച്മണ്ടാണ്. മേരി റിച്ച്മണ്ടിൻ്റെ ബുക്കാണ് സോഷ്യൽ ഡയഗ്നോസിസ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ കേസ് വർക്കിന് ആദ്യമായിട്ട് പയനിയർ ചെയ്തതാരായിരുന്നു? മേരി റിച്ച്മണ്ട്. കുറേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്, പല പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാണ്. ഇനി പ്രൈമറി മെത്തേഡ്സ് നോക്കാം. അതായത് ഡയറക്റ്റ്ലി ഹെൽപ്പിംഗ് മെത്തേഡ് എന്നതിനെ പറയാം. ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാണ് സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനൊക്കെ. സോഷ്യൽ വർക്കേഴ്സ് ആൾക്കാരെ കണ്ടിട്ട് അവർ ഡയറക്റ്റായിട്ട് അവരുമായിട്ട് ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇനി സെക്കൻഡറി മെത്തേഡ്സിനെയാണ് ഓക്സിലറി മെത്തേഡ്സ് എന്ന് പറയുക. ഏതൊക്കെയാണ് സെക്കൻഡറി മെത്തേഡ്സ്? സോഷ്യൽ വർക്ക്, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ആക്ഷൻ. ഇതൊക്കെയാണ് സെക്കൻഡറി മെത്തേഡ്സ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 6 സോഷ്യൽ വർക്ക് മെത്തേഡ്സും സിസ്റ്റമാറ്റിക് ആണ്. അത് പ്ലാൻഡ് മെത്തേഡ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് ഒന്നും കൂടി നോക്കാം. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദ ടോട്ടൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഓർ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലംസിനെ ഒരു ടോട്ടൽ എൻവയോൺമെൻറ്റിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടോ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. സോഷ്യൽ കേസ് വർക്കിലാണ് ഡയറക്റ്റായിട്ട്, അതായത് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ ക്ലയൻറ്റിനായിട്ട് ഈ സോഷ്യൽ വർക്കർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു, എന്നിട്ടാണ് അവർക്ക് വേണ്ട സൊല്യൂഷൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോബ്ലം ആസ് ഹീ ഈസ് അണേബിൾ ടു ഡീൽ വിത്ത് ഇറ്റ് ഓർ ഓൺ ഹിസ് ഓൺ ബിക്കോസ് ഓഫ് റീസൺസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ. അതായത് അവരുടെ നിയന്ത്രണത്തിനല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിലാണ് ഒരു സോഷ്യൽ വർക്കറിന് അവരെ സഹായിക്കാനായിട്ട് പറ്റുക. ഹിസ് ആങ്സൈറ്റി സംടൈംസ് ടെമ്പറലി മേക്സ് ഹിം ഇൻകേപ്പബിൾ ഓഫ് സോൾവിങ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അപ്പോൾ അവർക്കും ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു ആങ്സൈറ്റി കാരണം അവർക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും എന്താണ്, സോഷ്യൽ വർക്കർ ബയസ്ഡ് ആവരുത്. അവരുടെ ഭാഗത്തു നിന്നിട്ട് സോഷ്യൽ വർക്കറോ ഇന്നത് ഇയാൾ ഇങ്ങനെ ചെയ്ത കാരണവും ഇങ്ങനെ വന്നത് അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും ക്ലയൻറ്റ് പറയുന്നത് കേട്ട് അവരുടെ ഭാഗം കൂടി കേൾക്കണം. അവർക്ക് എന്ത് വേണമെന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുപ്പിക്കണം. എന്നിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, the case worker gets information regarding the client's total environment, finds out the causes, prepares a treatment plan, and with a professional relationship tries to bring about a change in the perception and attitudes of the client. അപ്പോൾ എപ്പോഴും കേസ് വർക്കർ ഈ ക്ലയൻറ്റിൻ്റെ ടോട്ടൽ എൻവയോൺമെൻറ്റിൽ നിന്ന് അവരുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കും. അതിനുള്ള കാരണങ്ങൾ എന്താണ്, എന്നിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അത് പുറത്ത് ചോദിച്ചാൽ മാത്രമല്ല ഡയറക്റ്റായിട്ട് ഇവരോട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് പ്രശ്നങ്ങളെന്നൊക്കെ. അതെങ്ങനെയാണ്? ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്. ഒരിക്കലും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നും നല്ല പ്രൊഫഷണലായിട്ടുള്ള സോഷ്യൽ വർക്കറിന് ഒരിക്കലും ഒരു കേസ് കേട്ടു അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണെന്ന് വെച്ചാൽ വീട്ടിൽ പോവാം, ഞാൻ നിങ്ങളുടെ ചേട്ടൻ, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ചേച്ചിയാണ്, അങ്ങനെയുള്ള ഒരു ഇതല്ല വേണ്ടത്. പ്രൊഫഷണലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ വേണ്ടത്. അങ്ങനെ എന്താണ്, ക്ലയൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റങ്ങൾ വരാനും അവരുടെ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാനും ഈ സോഷ്യൽ വർക്കറിന് സാധിക്കണം. നെക്സ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്ക് സർവീസാണ്. അതിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവരെ സർവീസ് നൽകുന്നത്. അതുകൊണ്ട് ഹാസ് ടു ഹെൽപ്പ് ദം മൂവ് ടുവേർഡ്സ് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരെ സോഷ്യൽ എക്സ്പീരിയൻസ് വഴി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരെ
അവരുടെ റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യാനും സോഷ്യൽ ഫങ്ഷനിങ് നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് വർക്കിൽ ഇൻഡിവിജ്വൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദേ ആർ ഹെൽപ്പ് ടു വർക്ക് ഇൻ ദെയർ social relationship with flexible programs giving into the personality development of the individuals in group functioning and relationship. അതായത് ഗ്രൂപ്പായിട്ടുള്ളൊരു ഫങ്ഷനിങ്ങിന് ഉതകുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുക ഗ്രൂപ്പ് വർക്കിൽ. മറ്റേതിലേതായിരുന്നു കേസ് വർക്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ് ഗ്രൂപ്പ് വർക്കിൽ ഇൻഡിവിജ്വൽസ് ആണ് പ്രാധാന്യം തന്നെ. അവർ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാക്കാൻ ഫ്ലെക്സിബിളായിട്ടുള്ള പ്രോഗ്രാംസിലൂടെ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പിന് പ്രാധാന്യം കൊടുക്കും. എന്നിട്ട് അവരൊരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഗ്രൂപ്പ് ഈസ് എ മീഡിയം ആൻഡ് ത്രൂ ഇറ്റ് ആൻഡ് ഇൻ ഇറ്റ് ഇൻഡിവിജ്വൽസ് ആർ ഹെൽപ്പ് ടു മേക്ക് നെസസറി ചേഞ്ചസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലൂടെയാണ് അവർക്ക് ഇൻഡിവിജ്വൽസിന് ഹെൽപ്പ് കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ട ചേഞ്ചസൊക്കെ വരുത്തുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ ഇത് മറ്റൊരു മെത്തേഡാണ് സോഷ്യൽ വർക്കിൻ്റെ. അപ്പോൾ പല ഗ്രൂപ്പുകളുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ്, ബട്ട് ഇൻ റിയാലിറ്റി നോ കമ്മ്യൂണിറ്റി ഈസ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. പല വ്യക്തികൾ തമ്മിലുള്ള പല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ അല്ലേ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിലുള്ള ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള അങ്ങനെ അത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയും പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് അല്ല. കാരണം എന്താണ്? അതിലുള്ളതൊക്കെ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവരുടെ ആശയങ്ങളും ഇതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഇംപ്രൂവ് റിലേഷൻഷിപ്പ് ഇൻ എ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Identifying the problems, finding out resources for solving community problems, developing social relationship and necessary program to realize the objectives of the community are all involved in community organization. അതായത് പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനുള്ള റിസോഴ്സസ് കണ്ടെത്തണം, ഈ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം മറികടക്കാനുള്ള റിസോഴ്സസ് കണ്ടെത്തണം. പിന്നെ അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാക്കാനും അവർക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഗ്രൂപ്പായിട്ട് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചെടുക്കാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ വരുന്നത്. ഈ രീതിയിൽ കമ്മ്യൂണിറ്റിക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ടും പിന്നെ അവർക്ക് കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാനും സഹായിക്കും. അപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ എന്നുള്ള പോലെ നിന്നിട്ട് കമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് ചെയ്യുക. അല്ലാണ്ട് ഈ സോഷ്യൽ വർക്കറല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുപ്പിക്കും. ഇനി സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് അത് ഇൻഡയറക്റ്റ് മെത്തേഡ്. ആദ്യം പറഞ്ഞ 3 ഡയറക്റ്റ് മെത്തേഡായിരുന്നു അല്ലേ. ഇനി ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. It is a process through which social work services, both private and public, are organized and administered. ഈ പ്രോസസ്സിലൂടെയാണ് സോഷ്യൽ വർക്ക് സർവീസസ് പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ്? ഡെവലപ്പിംഗ് പ്രോഗ്രാംസ്, മൊബിലൈസിങ് റിസോഴ്സസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനുവേണ്ടി റിസോഴ്സസ് ഉണ്ടാക്കുന്നു. ഇൻവോൾവിങ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ, ആൾക്കാരെ അതിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് സ്കിൽഫുള്ളായിട്ടുള്ളതും പിന്നെ എന്താണ് സിമ്പത്തറ്റിക് ലീഡർഷിപ്പ് കൊടുക്കണം, ഗൈഡൻസ് കൊടുക്കണം, സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യണം, പിന്നെ ഫിനാൻസിങ് ഡീൽ ചെയ്യണം, പ്രോഗ്രാംസിന് ബഡ്ജറ്റ് ഇടണം, എന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ സോഷ്യൽ വർക്കർ എന്താണ്? ഇൻ അഡ്മിനിസ്ട്രേഷൻ വിത്ത് ഫീസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പറഞ്ഞു അല്ലേ, സേവനമല്ല, അവർ ഫീസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് റിസർച്ച് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. എന്തൊക്കെ ഫാക്റ്റുകളുണ്ട്,
പണ്ടത്തെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനും അവരുടെ എക്സിസ്റ്റിംഗ് തിയറീസിനെ വെരിഫൈ ചെയ്യാനും കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിസ്കവർ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ്, അന്വേഷണമാണ്. ഓക്കെ, പുതിയ ഫാക്റ്റുകൾ കണ്ടെത്താൻ, പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന തിയറികളെയൊക്കെ ഒന്നും കൂടി തന്നെ വെരിഫൈ ചെയ്യും, അത് ശരിയാണോ എന്നൊക്കെ. പിന്നെ പ്രോബ്ലംസ് തമ്മിലുള്ള എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് തമ്മിൽ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഇൻ ഓർഡർ ടു സയൻറ്റിഫിക്കലി ഇനീഷ്യേറ്റ് എനി കൈൻഡ് ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ഗിവൺ സിറ്റുവേഷൻ ഈസ് നെസസറി. അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടൊരു പഠനം തന്നെ നടത്തണം. ഏതിലൂടെ? ത്രൂ സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സർവേകളിലൂടെയും സോഷ്യൽ വർക്ക് റിസർച്ചിലൂടെയും. ഇനി സോഷ്യൽ ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ടു എൻഷുർ സോഷ്യൽ പ്രോഗ്രസ്. അത് അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു ചേഞ്ച് കൊണ്ടുവരാം, സോഷ്യൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയിട്ട് ബോധവൽക്കരണം നടത്തും, റിസോഴ്സസ് മൊബിലൈസ് ചെയ്യും, പല സെക്ഷനിൽ പെട്ട ആൾക്കാരെ എൻകറേജ് ചെയ്യും. പിന്നെ അവരെ എൻകറേജ് ചെയ്തിട്ട് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് അവരെ പ്രാപ്തരാക്കും. അതുപോലെ തന്നെ പ്രഷർ കൊടുത്തിട്ട് ഈ ലെജിസ്ലേഷനിലൊക്കെ പ്രഷർ കൊടുത്തിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വിധി വരുന്ന പോലെ ഉള്ള പ്രവർത്തനങ്ങളോ അതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അതൊക്കെ എന്താണ്? സോഷ്യൽ ആക്ഷൻ എന്നുള്ള പ്രവർത്തനത്തിലൂടെ, കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാലൻസ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങളും ഇതൊക്കെ തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനും ഒക്കെ ഈ സെൽഫ് ഹെൽപ്പ് ആക്ടിവിറ്റീസ് വഴിയാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ 6 സ്റ്റെപ്പുകൾ. ഇനി അടുത്ത ഭാഗം അപ്പോൾ നിങ്ങൾ പഠിച്ചതാവും. അപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകണമെന്നുള്ളൂ. വായിച്ചതാക്കണേക്കാട്ടും ഒരാളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണേ. ഓക്കെ, ഇനി അസംഷൻസും വാല്യൂസും പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് എന്താണെന്ന് നോക്കാം. സോഷ്യൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷനാണ്. അത് ഫോക്കസ് ചെയ്തേക്കുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, ഫാമിലീസിനെ കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ്. ഇതിന് വേണ്ടിയിട്ട് അവരുടെ വെൽബീയിങ്ങും ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സോഷ്യൽ വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ഇൻ്റർവെൻഷൻസ് ടു സപ്പോർട്ട് ആൻഡ് എംപവർ ദെയർ ക്ലയൻറ്റ് ഇൻക്ലൂഡിങ് കൗൺസിലിംഗ്. അവർ ക്ലയൻറ്റിനെ സപ്പോർട്ട് ചെയ്യും, എംപവർ ചെയ്യും. ഇതിലൂടെ കൗൺസിലിംഗ് കൊടുക്കും, അഡ്വക്കസി കൊടുക്കും, പോളിസി ഡെവലപ്മെൻറ്റ് പദ്ധതികൾ ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ അത് എഫക്റ്റീവ് ആവാനായിട്ട് സോഷ്യൽ വർക്കേഴ്സ് ഒരു അസംഷൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ കുറേ സെറ്റ് ഓഫ് വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അവരുടെ പ്രവർത്തനത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ അസംഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് എന്താണെന്ന് നോക്കാം. അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിശ്വാസങ്ങളാണ്. സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടാവേണ്ട വിശ്വാസങ്ങൾ, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടും സൊസൈറ്റീനെ പറ്റിയിട്ടും അവർക്കുണ്ടാകുന്ന വിശ്വാസങ്ങളാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഈ അസംഷൻസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും അവരെ മാറ്റങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട അസംഷൻസ് സോഷ്യൽ വർക്കിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. പീപ്പിൾ ആർ ഇൻഹെറൻ്റ്ലി റീസൈലൻറ്റ് ആൻഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ചേഞ്ച്. അതായത് എന്താണ്? എല്ലാവരും മനുഷ്യന്മാർ അവർക്ക് എന്താണ്? മാറാനുള്ള കഴിവുണ്ടെന്ന്. ദ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ പീപ്പിൾസ് ലൈഫ്. ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളും സാമൂഹിക ഘടനയും പരിസ്ഥിതിയും ഒക്കെ ഓരോ വ്യക്തികളിലെയും ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. സോഷ്യൽ വർക്ക് റിലേഷൻഷിപ്പ് ഈസ് എസെൻഷ്യൽ ടു പ്രൊമോട്ടിംഗ് ചേഞ്ച് ആൻഡ് ഗ്രോത്ത്. സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചേഞ്ചും വളർച്ചയും ഉണ്ടാവാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസ് ആൻഡ് റിസർച്ച്. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടും റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുമാണ് ആവേണ്ടത്. ക്ലയൻസിന് എപ്പോഴും അവർക്ക് അവകാശമുണ്ട്, സെൽഫ് ഡിറ്റർമിനേഷന്. ഞാൻ മുന്നേ പറഞ്ഞതാണ് അല്ലേ, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവർക്ക് അവകാശമുണ്ട്. ആൻഡ് ഷുഡ് ബി ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ അവർക്ക് എന്ത് വേണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രോസസ്സിൽ അഭിപ്രായം പറയാനായിട്ട് അവർക്ക് അവകാശമുണ്ട്. ഇനി വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് എന്താണെന്ന് നോക്കാം. വാല്യൂസ് ആർ പ്രിൻസിപ്പിൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗൈഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ആണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇനി ഈ വാല്യൂസ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? കുറേ എത്തിക്കൽ പ്രിൻസിപ്പിൾസും
ഉണ്ട്. അത് ഒക്കെ എന്തിനാവശ്യമാണ്? ഒരു പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എത്തിക്കൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഉണ്ടാക്കാനായിട്ട് അത് വളരെ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കീ വാല്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തരുടെയും ഡിഗ്നിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യണം. ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഗ്നിറ്റി ഉണ്ട്, അവർക്കെല്ലാം മൂല്യമുണ്ട്, അതിനെയൊക്കെ ബഹുമാനിക്കണം. എ കമ്മിറ്റ്മെൻറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്, അവർക്ക് സാമൂഹിക നീതിക്കും മാനുഷിക അവകാശങ്ങളോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. എ ബിലീഫ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പ്രാധാന്യം അവർക്ക് അതിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എ കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ പ്രാക്ടീസ്, അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റിയും പിന്നെ അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കണം. ഇനി എ ഫോക്കസ് ഓൺ ദ ക്ലയൻറ്റ്സ് സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ്, അപ്പോൾ ഒരു ക്ലയൻറ്റിനെ ഞാൻ പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്. സ്ട്രെങ്ത് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയും, അതായത് അവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ വിധവയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായി, അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഒരാൾ അരക്കി കീപ്പിട്ട് തളർന്നു, അപ്പോൾ അവരുടെ പോസിറ്റീവ്സ് എന്താണ്? അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കുക്കിംഗ്, അച്ചാറൊക്കെ അങ്ങനെ ഉള്ളത് വെക്കാം. അതല്ല ഇപ്പോൾ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെറ്റിപ്പട്ടം നിർമ്മിക്കണു, കുട നിർമ്മിക്കണു ഒക്കെ നമ്മൾ കാണില്ലേ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം. അല്ലാണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് തയ്യൽ ഇഷ്ടമില്ലാത്ത ആളെ കൊണ്ട് തയ്യൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത്തുകൾ, ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തുകളും കൂടി ബേസ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് നോക്കാം. 7 പ്രിൻസിപ്പിൾസാണ് സോഷ്യൽ വർക്കിനുള്ളത്. പ്രിൻസിപ്പിൾസ് ആർ ഡിക്ലറേഷൻസ് ആൻഡ് അതായത് വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. അത് റെഫറൻസ് പോയിൻറ്റ്സ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. പ്രൊഫഷണൽസിൻ്റെ ഫീൽഡ് വർക്കിലൊക്കെ റെഫറൻസ് പോയിൻറ്റ്സ് ആയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസ് നിലനിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണലായിട്ടുള്ള പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഓരോ ഐഡിയൽസും അണ്ടർസ്റ്റാൻഡബിൾ വേർഡ്സിൽ വേണം അവർ യൂസ് ചെയ്യാനായിട്ട്. ദ മെക്കാനിസംസ് ബൈ വിച്ച് വി മൂവ് ഫ്രം വൺ സർക്കംസ്റ്റാൻസ് ടു അനദർ ആർ പ്രിൻസിപ്പിൾസ് വിച്ച് ആർ ജനറൽ റൂൾസ് ആൻഡ് ലോസ്, കൺസെപ്ഷൻസ്, ഫണ്ടമെൻ്റൽസ്, ട്രൂത്ത്സ് ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ടെനറ്റ്സ്, അതായത് ആഗോളമായിട്ട് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ, ജനറലായിട്ടുള്ള റൂൾസ്, ലോസ്, ഇതിലൊക്കെ ഊന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ആക്സെപ്റ്റൻസ് പ്രിൻസിപ്പിൾ. 7 പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് വണ്ണാണ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റും സോഷ്യൽ വർക്ക് പ്രാക്ടീഷണറും പരസ്പരം ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലയൻറ്റ് ഈ സോഷ്യൽ വർക്കറിനെയും ആക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്താണ്? അയാളെ അസിസ്റ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ വർക്കറാണ് അല്ലേ. അവരുടെ ഈ പ്രോബ്ലമുള്ള കണ്ടീഷനെ മാറ്റാനായിട്ട് സഹായിക്കാൻ പോകുന്നത് ഈ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ക്ലയൻറ്റ് മേ അപ്രോച്ച് ദ സോഷ്യൽ വർക്കർ, ക്ലയൻറ്റിനെ നേരിട്ട് സോഷ്യൽ വർക്കറെ അപ്രോച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഏജൻസീനെ, അതല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ സോഷ്യൽ വർക്കറിൻ്റെ മുന്നുള്ള ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഏത് വഴിയിൽ വേണമെങ്കിലും ക്ലയൻറ്റിന് സോഷ്യൽ വർക്കറെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലയൻറ്റ് കൂടാണ്ട് ക്ലയൻറ്റ് സോഷ്യൽ വർക്കറിന് കഴിവുണ്ട്, അയാൾ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. പരസ്പര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവർക്ക് പ്രോബ്ലംസ് ഒരു മടിയില്ലാണ്ട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്, പരസ്പരം ആക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തുറന്ന് പറയാനൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കൊരു നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ വർക്കേഴ്സിനെ പറ്റിയിട്ട് പ്രധാന പ്രശ്നങ്ങൾ എന്താണ്? അവർ മനുഷ്യരാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്കും വിചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധിവരെ ഹോൾഡ് ചെയ്തിട്ട് വേണം. ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടാക്കാണ്ട് പ്രാക്ടിക്കലായിട്ട് അവർക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റണം. ഇമോഷണലായിട്ട് കേൾക്കുമ്പോൾ അവരെ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുന്ന പോലെ കാര്യങ്ങളപ്പോൾ ചിന്തിച്ച് അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയിലും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ അവരൊരിക്കലും ബയസ്ഡ് ആവരുത്. അതായത് അയാളുടെ ലുക്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി നോക്കിയിട്ടോ ഇയാൾ ഇങ്ങനെ മുഖത്ത് വെട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇയാളൊരു ഗുണ്ടയാവും
അല്ലെങ്കിൽ ഈ പെണ്ണിനെ കാണാൻ ഭയങ്കര തൻ്റെ ഇടം പോലെ ഉണ്ട്, അപ്പോൾ ഇത് മഹാഭീകരിയാവും, അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് അവർ ക്ലയൻസിനെ എന്താണ് ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതെല്ലാം ഇങ്ങനെ ചിന്തിച്ചിട്ട് മുൻധാരണയോടുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടീനെ ഒരാൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിക് ഫാദറാണ് ചെയ്തതെന്നുണ്ടെങ്കിലോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ കള്ളുടിയനായതുകൊണ്ട് അങ്ങനെ ഇതാക്കി, അങ്ങനെ അതുകൊണ്ടാവും, അങ്ങനെ ഒരു ചിന്ത പാടില്ല. എന്താണ് കറക്റ്റ് കാരണം എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു വർക്കറിനെ അയാൾ കുട്ടിയായിരുന്നപ്പോൾ അയാളെ ആൽക്കഹോളിക്കായ ഫാദർ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വലുതായിട്ട് ഒരു സോഷ്യൽ വർക്കറായിട്ട് അയാളുടെ മുമ്പിലൊരു ആൽക്കഹോളിക്കായ ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ഇയാൾ എൻ്റെ അച്ഛൻ്റെ പോലെ ആവും, അങ്ങനെ ആവും എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഒരിക്കലും ഈ ക്ലയൻറ്റിനെ കാണരുതെന്ന്. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ സോഷ്യൽ വർക്കർ അവരുടെ മുമ്പത്തെ എക്സ്പീരിയൻസ് ഒന്നും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അതായത് കള്ളുടിയനായ ആളപ്പോൾ ഞാൻ സഹായിക്കില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും അവർ എടുക്കരുത്. എപ്പോഴും വേണ്ടത് എന്താണ്, ക്ലയൻറ്റും വർക്കറും തമ്മിലൊരു മ്യൂച്വൽ ആക്സെപ്റ്റൻസ് ആണ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഒരു നല്ല പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട്. എന്നാലാണ് അവർക്ക് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ റിസോൾവ് ചെയ്യാനായിട്ട്, പിന്നെ സോഷ്യൽ ഡിസ്ഫങ്ഷൻ ഇല്ലാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ. നേരത്തെ പറഞ്ഞതാണ് ഫൗണ്ടേഷനിൽ. സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ ഒരു വിശ്വാസമുണ്ട്, അതായത് ഓരോ വ്യക്തിയും യുണീക്കാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് വേണം പോവാൻ. അവർക്ക് ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങളും വിചാരങ്ങളും ഇതും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സൊല്യൂഷൻ വേണമെന്നുള്ളത് അവരുടെ കൈക്കടത്തലിലോട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് കൂടി എന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവരോടും ഡയറക്റ്റ് സംസാരിച്ചിട്ട് വേണം തീരുമാനത്തിലെത്താൻ. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവർക്ക് ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പാടില്ല, നിങ്ങളിത് ചെയ്താൽ മതി, അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന്. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്കർ ഓരോ ക്ലയൻറ്റിൻ്റെയും പ്രോബ്ലം മനസ്സിലാക്കി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്ത രീതിയിലായിട്ടാണ് ഓരോ വ്യക്തിയും എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വഴിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു നല്ല സോഷ്യൽ വർക്കറിന് പറ്റും. പിന്നെ ഒരിക്കലും എന്താണ്, ഒരു ക്ലയൻറ്റിനെ ഇയാൾക്ക് പൈസ ഇല്ല, ഇയാൾ അങ്ങനെയാണ്, അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ അവരെ ഒരിക്കലും ഹാൻഡിൽ ചെയ്യരുത്. അവർ എപ്പോഴും ഡിഗ്നിറ്റിയോടും വേർത്ത്, അവർക്കൊരു മൂല്യമുണ്ട്, അവരെത്ര ഇല്ലാത്തവനായാലും അവർക്ക് അവകാശങ്ങളുമുണ്ട്, അവർക്ക് മൂല്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതൊരു കോമൺ റെസ്പോൺസാണ് ക്ലയൻറ്റിന്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കോമൺ റെസ്പോൺസാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലയൻറ്റ് ബിലീവ് ചെയ്യുന്നത് എന്താണ്, ഞാനൊരു വേർത്ത്ലെസ് ഹ്യൂമൻ ബീയിങ് ആണ് എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് സെൽഫ് ഇമേജാണ് വരിക. അപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ വർക്കുള്ള നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള സോഷ്യൽ വർക്കർ ക്ലയൻറ്റിനെ ഡിഗ്നിറ്റിയോടും വേർത്തിനോടും റെസ്പെക്റ്റോടും കൂടി കാണണം. എന്നിട്ട് കറക്റ്റ് എൻവയോൺമെൻറ്റിൽ കൊടുത്ത് അവരെ എൻകറേജ് ചെയ്ത് അവരുടെ കഴിവുകളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ സോഷ്യൽ വർക്കർ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഓരോ ക്ലയൻറ്റും യുണീക്കാണ്, അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ സിമിലർ പ്രോബ്ലം വന്നാലും ഈ മുന്നിലിരിക്കുന്ന വ്യക്തി വേറൊരു വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ ആണ്, അവർ ടോട്ടലി ഒരു വേറെ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാകാമെന്നുള്ളൊരു ബോധത്തോടു കൂടി വേണം സോഷ്യൽ വർക്കർ അവരെ നേരിടാനായിട്ട്. ഓക്കെ, തേർഡ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിൽ ഉണ്ടാവണം. അത് ഭയങ്കര ക്രിറ്റിക്കലാണ് അല്ലേ, വളരെ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാക്കുകൾ കൊണ്ട്, വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിട്ടോ എഴുതിയിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നോൺ വെർബലാകാം, അതായത് വാക്കുകളില്ലാതെ ആംഗ്യങ്ങൾ കൊണ്ടോ സൈൻസ് ആക്ഷൻസ് കൊണ്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മിക്ക ആൾക്കാരും ഈ ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാണ്ടാണ് ജീവിതങ്ങളിൽ എല്ലാവരുടെയും പല സാഹചര്യങ്ങളും ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
നല്ല രീതിയിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നത് കറക്റ്റായിട്ട് മറ്റേ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റിയാലാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയാലാണ് സോഷ്യൽ വർക്കറിന് ക്ലയൻറ്റ് പറയണത് മനസ്സിലാവണം, ക്ലയൻറ്റിന് സോഷ്യൽ വർക്കർ പറയുന്നത് മനസ്സിലാവണം അല്ലേ, എന്നാലാണ് നല്ല രീതിയിൽ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ അവർ തമ്മിലുള്ള ബോണ്ടിങ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവാനൊക്കെ കാരണമാവും. ഓക്കെ, ഇനി സ്മൂത്തായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുണ്ടായെങ്കിലാണ് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുള്ളൂ. സോഷ്യൽ വർക്കറിന് എപ്പോഴും ക്ലയൻറ്റിൻ്റെ വെർബലായിട്ടുള്ളതും നോൺ വെർബലായിട്ടുള്ളതും, ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ട്രോമയിലൊക്കെ ഇരിക്കുന്ന ആൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇയാൾ നെടുവീർപ്പിടും എന്ന് പറയുന്നത് നെടുവീർപ്പാണോ, അതല്ലെങ്കിൽ കളിയാക്കിയിട്ട് മൂളുന്നതാണോ, അല്ലെങ്കിൽ പകയാണോ അയാളുടെ മനസ്സിൽ, അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പോൾ കോൺവെർസേഷനിൽ എന്താണ് വെർബലും നോൺ വെർബൽ, അതായത് ജസ്റ്റേഴ്സ്, അവരുടെ ശാരീരികമായിട്ടുള്ള അവർ കാണിക്കുന്ന ആംഗ്യങ്ങൾ, അതിനൊക്കെ എന്നതാവും അർത്ഥം എന്നുള്ളത് ഏകദേശം ചിന്തിക്കാനുള്ള ബോധം ഈ സോഷ്യൽ വർക്കറിനുണ്ടാവണം. അപ്പോൾ എന്താണ് കോൺവെർസേഷൻ ഓരോ ടൈമിൽ സംസാരിക്കുമ്പോഴും മാറ്റങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ ഒരിക്കലും എന്താണ് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രൈമറി ജോബ് ഓഫ് സോഷ്യൽ വർക്കർ എന്തായിരുന്നു, ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം, അതിൽ ക്ലയൻറ്റിന് കംഫർട്ടബിളായിട്ട് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് ട്രസ്റ്റ് ചെയ്യണം ഇയാളെ, എന്നിട്ട് ഇയാളുടെ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ അല്ലേ. ഇനി നാലാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, അതായത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുന്ന അയാളുടെ അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് അത്രയും സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കാനായിട്ട്, മറ്റുള്ളവരോട് കൊട്ടിപ്പാടി നടക്കാണ്ട് ഒരാളുടെ പ്രശ്നങ്ങൾ അത് ഇയാളുടെ നെഞ്ചിൽ കൊണ്ട് നടക്കാനായിട്ട് ഇയാൾക്ക് പറ്റണം. ഓക്കെ, എന്നിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക, അല്ലാണ്ട് അതെ ഇയാൾക്ക് അങ്ങനെ വന്നു അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കാനായിട്ട് പാടില്ല. ഇനി അഞ്ചാമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ, അതായത് ക്ലയൻറ്റിൻ്റെ റൈറ്റ്, സെൽഫ്, അയാൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ളത് വേണമെന്ന് പലതവണ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അയാൾക്ക് എന്താണ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഹിം എന്നുള്ളത് അയാൾ തന്നെ ചിന്തിക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മെത്തേഡ്സ് സോഷ്യൽ വർക്കർ പറയുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഒരിക്കലും സോഷ്യൽ വർക്കർ ക്ലയൻറ്റിനെ ഫോഴ്സ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, അയാളെ ജസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ക്ലയൻറ്റിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ ഇതൊന്നും പാടില്ല, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യണം, നല്ല രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. അതായത് ഒരിക്കലും അവർക്ക്, ഞാൻ പറഞ്ഞു ജഡ്ജ് ചെയ്തുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്ന ആൾ ഇന്നതാവും, ഇയാൾ ഇങ്ങനെ ആയാലും ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ അപ്പോഴാണൊരു നല്ലൊരു പ്രൊഫഷണൽ ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ. മുമ്പിൽ വന്നിരിക്കുന്ന ആളെ അയാളുടെ വാക്കുകളിലൂടെയും ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ നോക്കുക, അല്ലാതെ ഇയാളിങ്ങനെ ആയതുകൊണ്ട് ഇയാളിങ്ങനെ ആവും, അങ്ങനെ ഒരു മുൻവിധി പാടില്ല. അടുത്താണ് ലാസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള വേദനകൾ കാരണം ട്രോമ അനുഭവപ്പെടുന്നവർ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നവരാവും ഈ സോഷ്യൽ വർക്കറിൻ്റെ മുമ്പിലെത്തുന്നത്. അപ്പോൾ അവരെ അനുതാപത്തോടു കൂടി കേൾക്കുകയൊക്കെ വേണം, പക്ഷേ എന്താണ് സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവരെ കേൾക്കണം, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഈ കേൾക്കുന്ന ആൾ നിലവിളിച്ച് ഓടിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ എപ്പോഴും പറയുന്നത് അവരുടെ സങ്കടങ്ങൾ കേൾക്കണം, എന്നിട്ട് അവർക്ക് സിമ്പതിയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ശരിക്കും വേണ്ടത് എന്താണ്, അവരെ വിഷമങ്ങൾ കേട്ടിട്ട് അവരെ സാരമില്ല, നമുക്കതിന് എന്ത് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാം എന്നുള്ളത് അയാളത് ചിന്തിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ 7 പ്രിൻസിപ്പിൾസാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പഠിച്ചതൊന്ന് ഓർത്ത് പോയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ബാക്കി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇന്നത് വേണം എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എടുത്തു തരാം. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ റിവിഷനൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ, പരീക്ഷ നല്ല രീതിയിൽ എഴുതിയിട്ട് ഈ വർഷം തന്നെ നമുക്ക് ജോലിയിൽ കയറാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.